ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഒന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത് ഗപ്പികളുടെ അൺബോക്സിങ് വീഡിയോ ആണ്. നമ്മളെ അഫ്സൽ നാനിയുടെ ഗപ്പി ഫാമിൽ നിന്നാണെന്ന് ഞാൻ ഗപ്പികളെ ഓർഡർ ചെയ്തിട്ടുള്ളത്. നമ്മൾ അന്ന് ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്തത് അന്നുള്ള ഗപ്പികളല്ല, വേറെ പുതിയ വെറൈറ്റി ഗപ്പികളാണ് നമ്മളന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു അൺബോക്സിങ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നോക്കി നോക്കാം. അപ്പോൾ ഇന്നലെയാണ് അഫ്സൽ നാനിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഗപ്പികളെ ഓർഡർ ചെയ്തത്. ഇന്നലെ ഓർഡർ ചെയ്തു, ഇന്ന് കിട്ടി. 24 hours കൂടി ആയിട്ടില്ല, ഏകദേശം ഒരു 10-15 മണിക്കൂർ കൊണ്ട് നമുക്ക് ഗപ്പികളെ കയ്യിൽ കിട്ടി. അപ്പോൾ അതാ ഓരോന്ന് അതിൻ്റെ മുകളിൽ പേര് ചെയ്തിട്ടുണ്ട്. ഒന്ന് സാൻഡോ ക്ലോസ് ബിഗ് ഇയർ ആണ്, പിന്നെ പ്ലാറ്റിനം റെഡിലെ ഗ്രീൻ പ്ലാറ്റിനം സാന്റാ ക്ലോസ്, ജപ്പാൻ ബ്ലൂ ടൈൽ റിബണിൻ്റെ ജപ്പാൻ ബ്ലൂ ടൈലാണ്, പിന്നെ അതിൻ്റെ ഗ്രീൻ പ്ലാറ്റിനത്തിൻ്റെ മെയില്, ഇത് ജപ്പാൻ ബ്ലൂ ടൈലിൻ്റെ തന്നെയാണ്, സ്നേക്ക് സ്കിൻ ബ്ലൂ ടൈല്. അങ്ങനെ 4 ഐറ്റമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഓരോന്ന് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൽ ആദ്യം ഏതാണെന്ന് നോക്കുക. എം ടി പോങ്ങി ജപ്പാൻ ബ്ലൂ ടൈല് ഇതെടുത്താലോ. ജപ്പാൻ ബ്ലൂ ടൈലിൻ്റെ റിബണാണ് ഇത്. എൻ്റെ കയ്യിൽ ആദ്യമായിട്ടാണ് എത്തുന്നത്. പിന്നെ അതേമാതിരി സ്നേക്ക് സ്കിനും ആദ്യമായിട്ടാണ് എത്തുന്നത് കേട്ടോ. സാന്റാക്ലോസും ഗ്രീൻ പ്ലാറ്റിനും മുമ്പ് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ കയ്യിൽ സ്റ്റോക്കില്ലാത്തതുകൊണ്ടാണ് ഞാനിത് വീണ്ടും ഓർഡർ ചെയ്തത്. അപ്പോൾ നമുക്ക് ആദ്യം ജപ്പാൻ ബ്ലൂ ടൈലിൻ്റെ റിബൺ തന്നെ എടുക്കാം. ഇതൊരു പെയറാണ്, ഫീമെയിലും മെയിലും സെപ്പറേറ്റ് ആണ് അദ്ദേഹം അയച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ നോക്കാം. അപ്പോൾ ജപ്പാൻ ബ്ലൂ ടൈലിൻ്റെ റിബണാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് ഇങ്ങനെ നോക്കി ഒന്നും മനസ്സിലാവില്ല, കളറും കാര്യങ്ങളൊന്നും കാണില്ല. നമുക്ക് ഗ്ലാസ്സിക്ക് എടുത്ത് നോക്കാം. ലൈറ്റപ്പൊക്കെ ചെയ്താൽ തന്നെ നല്ല കളറും കാര്യങ്ങളും ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കത് നമുക്ക് ഗ്ലാസ്സിക്ക് എടുക്കാം. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ജാപ്പനീസ് ബ്ലൂ ടൈലിൻ്റെ റിബൺ. അപ്പോൾ എൻ്റെ ഫാമിലി ആദ്യമായിട്ടാണ് റിബൺ എടുക്കുന്നത്. ഫീമെയിലിനും മെയിലിനും ഇപ്പോൾ റിബൺ കാണുന്നുണ്ട്. അപ്പോൾ നല്ല ടെയില്, ജാപ്പനീസ് ബ്ലൂ ടൈൽ എന്ന് പറഞ്ഞാൽ ടെയിലാണ് മെയിൻ അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ടെയിലാണ് ഒരു കളി. എന്താ ടെയില്, വിരിഞ്ഞ് വരും. ഫീമെയിലിൻ്റെ ആ ഒരു ടെയിലും നല്ല സൈസായിട്ടുണ്ട്. മെയിലിൻ്റെ ടെയിലിൻ്റെ പ്രത്യേകത തന്നെ മെയിനായിട്ട് പറയുന്നത് അതിൻ്റെ ബോഡിനേക്കാളും ടെയിലുണ്ടാവും. അതാണ് അതിൻ്റെ ഒരു സംഭവം. ഈ ഒരു ഇപ്പോഴും ഇത് ആളുകൾ മേടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഈ ഒരു ടെയിലിൻ്റെ പ്രത്യേകത കൊണ്ട് തന്നെയാണ്. മറ്റുള്ള ഫിഷിനേക്കാൾ ഏറ്റവും കൂടുതൽ ടെയിലാണ് ഇതിന് വരുന്നത്. ടെയിലാണ് ഇത് മെയിനായിട്ട് പ്രസിദ്ധമായത്. നല്ല ബ്ലൂയിഷ് ടെയില്, ഒരു ബോഡിയിലും ബ്ലൂയിഷ് ടെയിലായിട്ട് വന്നിട്ടുള്ളതാണ്. റിബണായിട്ടുള്ളത് വന്നത്. അപ്പോൾ റിബണ് ഫീമെയിലും രണ്ടും റിബണാണ്. അപ്പോൾ ഇന്ന് കുഞ്ഞുങ്ങളിലും റിബൺ അല്ലാത്തതും റിബൺ ഉള്ളതും ഒക്കെ ഇതിന് ഇറങ്ങി വരും. അപ്പോൾ റിബണാണ് കുറച്ച് റേറ്റും കാര്യങ്ങളൊക്കെ കൂടുക. അപ്പോൾ ഇത് നല്ല ലൈറ്റപ്പിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ബ്ലൂയിഷ് കളർ നന്നായിട്ട് അതിൽ ഇറങ്ങി വരും. പിന്നെ ഇതിന് ബ്ലാക്ക് ഐ ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്കിത് വളർത്തിയെടുക്കാൻ പറ്റും. ഒരുപാട് കുഞ്ഞുങ്ങളെയും തരും ഈ ഒരു ഐറ്റം. നമുക്കത് ബൾക്ക് ചെയ്യാനും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഐറ്റം നമുക്ക് ചെയ്യാറ് കുറേ കുഞ്ഞുങ്ങളെ നമുക്ക് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഒരുപാട് നമുക്ക് കുഞ്ഞുങ്ങളെ തരുന്നൊരു ഐറ്റം ആയതുകൊണ്ട് നമുക്കത് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു ജാപ്പനീസ് ബ്ലൂ ടൈലിൻ്റെ ഒരു സംഭവം. അല്ല, ഡോറസിലും തൂങ്ങി ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഒരു ഒന്നൊന്നര ഐറ്റം തന്നെയാണ് ഈ ഒരു ജാപ്പനീസ് ബ്ലൂ ടൈൽ. അപ്പോൾ അതിൻ്റെ തിളക്കം കണ്ടോ, എന്താ തിളക്കം! ഓ, നല്ല തിളക്കമാണ്. അത് ഒരു പ്ലാറ്റിനം കളറും കൂടിയും തിളങ്ങിയ മാതിരി നല്ല അടിപൊളി. അതിലൊരു ഇയറുണ്ട്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഇയറും അതിനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഒന്നൊന്നര ഐറ്റാണ് നമ്മൾ ജാപ്പനീസ് ബ്ലൂ ടൈൽ എന്ന് പറയുന്നത്. എല്ലാത്തിനും ഈ ഒരു ടൈല് വരും കേട്ടോ. അതാണ് അതിൻ്റെ മെയിൻ പ്രത്യേകത. ബോഡിയിൽ മുകളിലൊന്നും കളറും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അത് നമ്മുടെ ഫീമെയിലിൻ്റെ ഒരു കളറേ ഉണ്ടാവുള്ളൂ. ബോഡിയിൽ ഒരു ഹാഫ് ബോഡിയിൽ ഒരു ബ്ലൂയിഷ് ഷെയ്ഡ് കാണും. പിന്നെ ടെയിൽ ഫുള്ള് ബോഡിയിൽ നല്ല ബോഡി ഒരു ഹാഫ് ബോഡിയിൽ വരെ ഒരു ബ്ലൂയിഷ് കളറൊക്കെ കാണുക. പിന്നെ ഈ ഒരു ഇതിൽ വേറെ ഒരു കളറും ഇറങ്ങില്ല കേട്ടോ. അതാണ് അതിൻ്റെ മെയിൻ ഒരു ഹൈലൈറ്റ്. വേറെ കളർ ഇറങ്ങിയാൽ പിന്നെ ഇതിൻ്റെ ഒരു പ്രാധാന്യം ഇല്ലല്ലോ. ഈ കളർ കിട്ടുകയാണെങ്കിൽ കിട്ടും, തീർച്ചയായും കിട്ടുന്ന ഒരു കളറാണ് ഈ ഒരു ജാപ്പനീസ് ബ്ലൂ ടൈൽ. അതുതന്നെയാണ് ഇപ്പോഴും നിലനിൽക്കാനുള്ളൊരു കാരണം. അപ്പോൾ ടെയിലിനെ സ്നേഹിക്കുന്നവർക്ക്, ടെയിൽ നല്ല വേണമെന്നുള്ളവർക്ക് ഈ ഒരു ഐറ്റം എടുത്ത് വളർത്താവുന്നതാണ്. ജാപ്പനീസ് ബ്ലൂ ടൈലിൻ്റെ റിബണാണ്. റിബണും നോൺ റിബണും ഉണ്ട്, റിബൺ അല്ലാത്തതും ഉണ്ട്. അപ്പോൾ ഞാൻ അടുത്ത ഐറ്റം നോക്കാം. നമുക്ക് നോക്കാനുള്ളത് സ്നേക്ക് സ്കിൻ ബ്ലൂ ടൈൽ ഇയറുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്ലാസ്സിക്ക് എടുത്ത് നോക്കാം. ആണ് സ്നേക്ക് സ്കിൻ ബ്ലൂ ടൈൽ.
ഇയറും ചെറുതായിട്ട് കാണിക്കും. അപ്പോൾ സ്നേക്ക് സ്കിൻ ബ്ലൂ ടെയിൽ എന്ന പേരുള്ള കാരണം ബ്ലൂ ടെയിൽ അതിൻ്റെ ടെയിൽ നമ്മളെ ജാപ്പനീസ് ബ്ലൂ ടെയിലിൻ്റെ ആ ഒരു കളറാണ് ടെയിലുമുള്ളത്. അതിൻ്റെ ബോഡിയിൽ സ്നേക്ക് സ്കിൻ പാമ്പിൻ്റെ തോലിൻ്റെ ആ ഒരു ഷേപ്പ് അതിൻ്റെ പോലെ പാമ്പിൻ്റെ തൊലി കണ്ടിട്ടുണ്ടല്ലോ, അതേമാതിരിയാണ് ഇതിൻ്റെ പ്രിൻ്റ് വന്നിട്ടുള്ളത്. ഈ ഒരു ഗപ്പിയുടെ ശരീരത്തിൽ പ്രിൻ്റ് അതാണ് സ്നേക്ക് സ്കിൻ ബ്ലൂ ടെയിൽ എന്ന പേര് വരാനുള്ള ഒരു കാരണം. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ ഒരു ബോഡിയിലുള്ള പ്രിൻ്റ് തന്നെയാണ്. പ്രിൻ്റ് നല്ല അടിപൊളിയാണ്, ഒരു പാമ്പിൻ്റെ ഒരു ശരീരം മാതിരിയാണ്. അതാണ് ആ ഒരു പേര് വരാനുള്ള ഒരു കാരണം. നല്ല അടിപൊളിയായിട്ടാണ്. അതൊരു ബ്ലാക്ക് ഐ ആണ്. ബ്ലാക്ക് ഐ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ബ്ലാക്ക് ഐയും ബ്ലൂവും കളറും ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഈ ഒരു ഐറ്റം സൂപ്പറാണ്. പിന്നെ ഇയറും കാണിക്കും. അപ്പോൾ എല്ലാവരും ഒത്തുകണങ്ങി വന്ന ഒരു ഐറ്റമാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇയർ ഒരു ബ്ലൂയിഷ് ഇയറാണ് ഇപ്പോൾ അതിനെ കാണുന്നത്. ബ്ലൂയിഷ് ഇയറും നല്ല ടെയിലും ബ്ലൂ കളറും വരുന്നുണ്ട്. നല്ല ബോഡിയിൽ പ്രിൻ്റ് ഇങ്ങനെ കാണില്ല, പിന്നെ നമ്മൾ ഗ്ലാസ് നോക്കുമ്പോൾ ആ പ്രിൻ്റ് കാണുന്നത്. അപ്പോൾ നല്ല കാണാൻ നല്ല ചെറിയുറുക്കോടിയുള്ളൊരു ഐറ്റം തന്നെയാണ് ഇപ്പോൾ അത്. ഇയറും കാണിക്കും, ചെറിയൊരു ഇയർ ഉണ്ടാവുള്ളൂ കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇയർ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു ഇയർ സമാധാനിക്കുക. നല്ല അത്യാവശ്യം നല്ല ഇയർ തന്നെയാണ്. പിന്നെ അതിൻ്റെ ടെയിലും ഒരു ചെറിയൊരു വൈറ്റ് കളറും കൂടി ആയിട്ടുള്ളതാണ്. അപ്പോൾ നല്ല ഒരു അടിപൊളി ഐറ്റമാണ്. നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉണ്ട് ഇതിന് മെയിനായിട്ട്. ഒരുപാട് കുഞ്ഞുങ്ങളിൽ തരും, ബൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇത്. കൂട്ടത്തോട് വരുമ്പോൾ പിന്നെ നമ്മൾ പ്ലാന്റഡൊക്കെ സെറ്റാക്കിയ ടാങ്കിലൊക്കെ അത് വളർത്തുമ്പോൾ നല്ല ലൈറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലത് ഈ ഒരു ഷൈനിങ് അതിന് തീർച്ചയായും ഉണ്ടാവും. ഇത് ഗ്രീൻ പ്ലാറ്റിനം റെഡ് അഫ്സൽനാനിൻ്റെ കയ്യിലുള്ള ഒരു സൂപ്പർ മുതൽ ഇപ്പോൾ അവിടെ നമ്പർ 1 ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് ഗ്രീൻ പ്ലാറ്റിനം എന്ന് പറയുന്നത്. ഒരു ഗ്രീൻ കളറ് അതിൻ്റെ ബോഡിയിൽ കാണും, പ്ലാറ്റിനം കളറ് കാണും. നല്ലൊരു അടിപൊളി ഐറ്റാണത്. നല്ല ബ്ലൂയിഷ് ഇയറും കാണും. അപ്പോൾ അതാണ് നമുക്കത് ആദ്യം ക്ലാസ്സിക്ക് എടുത്ത് നോക്കാം, എന്നിട്ട് ഇയർ നോക്കാം. ഇതാണ് ഐറ്റം. എങ്ങനെയുണ്ട്? എന്താ ജിമിട്ടൻ സാധനം എന്ന് പറഞ്ഞാൽ ജിമിട്ടൻ സാധനം, വെടിവെട്ട് സാധനം. അതാണ് പ്ലാറ്റിനം. നമ്മളെ പ്ലാറ്റിനം റെഡിൽ ഗ്രീൻ കളറ് കയറുന്നത്. അപ്പോൾ ഇതിൽ ഗ്രീൻ കളർ നമ്മൾ ഗ്ലാസ് കാണില്ല, നമുക്കത് മുകളിൽ നോക്കുമ്പോഴാണ് അതിൻ്റെ പ്ലാറ്റിനം കളറ്, ഗ്രീൻ പ്ലാറ്റിനം കളറ് കാണുക. അപ്പോൾ ഫീമെയിലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ചെറിയൊരു റെഡും ബ്ലൂവും വൈറ്റും കൂടിയിട്ടാണ് ഫീമെയിൽ. മെയിലിൻ്റെ ടെയിൽ നല്ല റെഡിഷ് കളറ്, ബോഡിയിൽ പ്ലാറ്റിനം കളറ്, പിന്നെ ഒരു ഗ്രീൻ ടച്ചും കൂടി വരും. അതാണ് ഗ്രീൻ പ്ലാറ്റിനം എന്ന് വരാനുള്ളൊരു കാരണം. ഒരുപാട് കുഞ്ഞുങ്ങളതിന് തരും. പിന്നെ വളരെ പെട്ടെന്ന് നമ്മളോട് ഇണങ്ങും. നമുക്ക് മറ്റൊരു ടാങ്കിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് സ്ട്രെസ്സും കാര്യങ്ങളും അടിക്കുക, അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അവർ അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇട്ട് കൊടുത്ത് തന്നെ അവർ കഴിക്കുന്നുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് ആക്റ്റീവ് ആവും നമ്മളത് വളർത്തുമ്പോൾ. ബ്ലാക്ക് ഐ ആയതുകൊണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ ആരാധകരും ഈ ഒരു ഐറ്റത്തിനാണ്. അപ്പോൾ എത്ര പറഞ്ഞാലും വർണ്ണിച്ചാലും തീരാത്ത ഒരു ഐറ്റമാണ് നമ്മൾ ഈ ഒരു ഗ്രീൻ പ്ലാറ്റിനം എന്ന് പറയുന്നത്. ഒരു സംഭവമാണ് ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ മോളിൽ നോക്കിയിട്ട് ആ ഒരു പ്ലാറ്റിനം കളറ് നോക്കാം. പ്ലാറ്റിനം കളറ് അല്ല, ഗ്രീൻ കളറ്, ആ ഒരു ഗ്രീനിഷ് ടച്ച് അതിൽ വരും. അതാണ് ഗ്രീൻ പ്ലാറ്റിനം എന്ന് വരാനുള്ളൊരു കാരണം. എങ്ങനെയുണ്ട് ഈ ഒരു മുതൽ ഐറ്റം? അതിൻ്റെ ഇയറിലാണ്. ഇയർ ഒരു കട്ട ബ്ലൂ കളറാണ്. ഇത്രയും ബ്ലൂ കളർ, അതിൽ വേറെ ഒരു കളറും അതിൽ വരില്ല. നല്ല ഇയർ. ഇതിപ്പോൾ ചെറിയ സൈസാണ്, ഇനി എത്രയോ ഇയറിൽ വരാൻ കിടക്കുന്നു. അപ്പോൾ ഒരു 1.5 മുതലാണ് ഇപ്പോൾ ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത്. പിന്നെ ഈ ഗ്രീൻ ഇഷ്ടപ്പെടുന്നവർക്ക് അതും എടുക്കാം, പ്ലാറ്റിനം എടുക്കാം. അപ്പോൾ എല്ലാം ഒത്തിണങ്ങിയ വന്ന ഒരു ഐറ്റമാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്കിനി പറയാൻ വാക്കുകളില്ല, അത്രയും ടോപ്പ് ഒരു ഐറ്റമാണ്. അധികം ഒരു ഫാമിലും ഇങ്ങനെ ഒരു ഗ്രീൻ പ്ലാറ്റിനം കളർ നമ്മൾ അധികം കണ്ടിട്ടില്ല. സാധാ പ്ലാറ്റിനം റെഡ് എല്ലായിടത്തും ഉണ്ട്, പക്ഷേ ഗ്രീൻ പ്ലാറ്റിനം റെഡ് എവിടെയില്ല. അത് നമ്മൾ അഫ്സൽനായിൻ്റെ കയ്യിലാണ് കൂടുതലുള്ളത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇത് ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ ഈ കാണിച്ചു തന്നത് സെയിലിനുള്ളതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഈ ഒരു സൈസിലുള്ളത് നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കാം, കൊറിയറായിട്ട് അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പോൾ ഒരു മുതൽ ഐറ്റം. ഇനിയിപ്പോൾ അതിനെന്താ ഇനി പറയാനുള്ളത്? വർണ്ണിക്കാൻ വാക്കുകളില്ല. അപ്പോൾ ഇത് ഞാനിപ്പോൾ അദ്ദേഹം എനിക്ക് കിട്ടിയത് 2 ഫീമെയിലും 2 മെയിലും എന്ന തോതിലാണ് നമുക്കിപ്പോൾ കിട്ടിയത്. അപ്പോൾ ഇത് വളർത്തി നോക്കട്ടെ. നമ്മളതിൻ്റെ കയ്യിൽ മുമ്പുണ്ടായിരുന്നു, ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയതാണ്. ഇപ്പോൾ വീണ്ടും ഞാനിപ്പോൾ ഇത് എടുത്തതാണ്. അപ്പോൾ നമ്മൾ എത്ര മേടിച്ചാലും എത്ര കണ്ടാലും മതി വരാത്തൊരു ഐറ്റമാണ് നമ്മൾ ഈ ഒരു ഗ്രീൻ പ്ലാറ്റിനം. ഇനി എൻ്റെ ഫീമെയിലൂടെ നമുക്ക് നോക്കാം. നമ്മൾ കാണുന്നത് അതിൻ്റെ ഫീമെയിലാണ്. അപ്പോൾ ഫീമെയിൽ അത്യാവശ്യം നല്ല സൈസിലുള്ള ഫീമെയിലുകളാണ്. അപ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങളെ കിട്ടും. ഫസ്റ്റ് ബാച്ചിൽ കുറച്ച് കുറഞ്ഞാണെങ്കിൽ പിന്നത്തേൽ നല്ല കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന ഐറ്റമാണ്. കുഞ്ഞുങ്ങളങ്ങനെ കഴിക്കാറില്ല. ബ്ലാക്ക് ഐ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കുഞ്ഞുങ്ങളെ കഴിക്കുന്ന വിചാരിക്കേണ്ട. എന്നാലും കുഞ്ഞുങ്ങളെ കഴിക്കും, പക്ഷേ അത്ര വലിയ കഴിക്കുന്നില്ല.
ആൽബിനോമായിട്ടുള്ളത് കഴിച്ചൊന്നുമില്ല. അപ്പോൾ ഒരു ഒന്നൊന്നര ഐറ്റമാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഗ്രീൻ പ്ലാറ്റിനത്തിൻ്റെ ഫീമെയിൽ. അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ അവൈലബിളാണ്. അപ്പോൾ അഫ്സൽ നാലിൻ്റെ കയ്യിൽ നിന്നാണ് ഗ്രീൻ പ്ലാറ്റിനം ഇപ്പോൾ പ്രസിദ്ധമാകാൻ തുടങ്ങിയത്. പ്ലാറ്റിനം റെഡും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെ ഒരു വെറൈറ്റിയാണ് നമ്മളിപ്പോൾ ഈ കണ്ട ഗ്രീൻ ടച്ച് വരുന്ന ഗ്രീൻ പ്ലാറ്റിനം ടൈല്, റെഡ് ടൈല് വരുന്നത്. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് നോക്കാം. അടുത്തത് സാന്റാക്ലോസ് ബിഗ് ഇയർ, അത് നോക്കാം. ആദ്യം നമുക്ക് സൈഡ് പോയി നോക്കാം. സാന്റാക്ലോസ് അപ്പൂപ്പിൻ്റെ ആ ഒരു കളറാണ്, ആ ഒരു ഡ്രസ്സിങ് കോഡാണ് നമ്മൾ ഈ ഒരു സാന്റാക്ലോസ് എന്ന പേര് വരാനുള്ള ഒരു കാരണം. ടെയില് ഫുള്ള് റെഡ്, അതിൻ്റെ ആ ടെയിലിൻ്റെ അഗ്രത്തിൽ ഒരു വൈറ്റ് ഷെയ്ഡും പിന്നെ ഒരു ബ്ലൂ ഷെയ്ഡും പ്ലാറ്റിനം കളറും ഒക്കെ ഫില്ലായി വരുന്ന ഒരു ഐറ്റം. ഇതൊരു മോഡൽ ഐറ്റം തന്നെയാണ് കേട്ടോ. ബാക്ക് കൈയാണ്, കുഞ്ഞുങ്ങളെ ഒരുപാട് കുഞ്ഞുങ്ങളെ തരും. ഒട്ടും കുഞ്ഞുങ്ങൾ അങ്ങനെ കഴിക്കാറില്ല. ഫീമെയിൽ വലിയ സൈസിലേക്ക് വരുന്ന ഒരു ഐറ്റമാണ്. ഫീമെയിൽ നല്ല സൈസിൽ വരും, നല്ല ഇടിപെട്ട് ഫീമെയിലായിരിക്കും ഒരു സാന്റാക്ലോസിൻ്റെ ഫീമെയിൽ എന്ന് പറയുന്നത്. പിന്നെ മെയിൽ നല്ല ബോഡി തിക്നെസ് വരും. അതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഒരു ഫുഡ് കഴിക്കാൻ തുടങ്ങിയത് ഞാൻ മൊയിനാണ് ഇട്ട് കൊടുത്തത്, നല്ലതായിട്ട് കഴിക്കുന്നുണ്ട്. നമ്മൾ പ്ലാറ്റിനം റെഡിൻ്റെ അതേമാതിരി തന്നെ വളരെ പെട്ടെന്ന് ടാങ്കിലോട് അറ്റാച്ച്മെൻ്റ് ആവും. വളരെ പെട്ടെന്നായിരിക്കും ഇവരെ വളർച്ചയും കാര്യങ്ങളും. നല്ല കളറാണ്, നല്ല കളർഫുൾ നല്ല സംഭവമാണ്. ഒന്നിച്ച് ബൾക്ക് ചെയ്യാൻ പറ്റുന്ന റൈറ്റാണ് ഈ ഒരു സാന്റാക്ലോസ് എന്ന് പറയുന്നത്. ഡോർസിൽ നന്നായിട്ട് തൂങ്ങി ഇറങ്ങി വരുന്നുണ്ട്. ബോഡിയിൽ ഡോർസിൽ ടെയിൽ നല്ല രസമാണ് കേട്ടോ. അവസാനം അതിൻ്റെ അഗ്രത്തിൽ ഒരു വൈറ്റ് ഒരു ഷെയ്ഡും കൂടി വരുമ്പോൾ, ഒരു ഫെദർ വരുമ്പോൾ ഭയങ്കര ലുക്കായിട്ടുണ്ട്. ഫീമെയിലിൻ്റെ കളറ് ബോഡിയിൽ ഒരു ബ്ലൂയിഷ് ടെയിലാണ്, ബ്ലൂവും വൈറ്റും കൂടി കൂടിയുള്ള ടെയിലാണ്. അപ്പോൾ ഇതാണ് സാന്റാക്ലോസ് ബിഗ് ഇയർ, പുതിയൊരു ഐറ്റമാണ് ഇപ്പോൾ അത്. അപ്പോൾ നമുക്കതിൻ്റെ മോൾവിയും കൂടി നമുക്ക് നോക്കാം. സാന്റാക്ലോസ് ബിഗ് ഇയർ ഒരു വൈറ്റ് കളറും ഉണ്ടാവും, ചെറിയൊരു റെഡിഷ് കളറും അതിൽ വരും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ബോഡി നല്ല ലോങ് ബോഡി ആയിരിക്കും, നല്ല തിക്നെസ് ബോഡിയും വരും. നല്ലൊരു ഐറ്റാണത്. അപ്പോൾ മോൾവി ആയാലും സൈഡ് വി ആണെങ്കിലും ഒക്കെ നമ്മൾ പ്ലാറ്റിനം റെഡിൻ്റെ അതേമാതിരി തന്നെ പക്ക പെർഫെക്റ്റാണ്. ഒന്നും അതിന് മൈനസായിട്ട് നമുക്ക് പറയാനില്ല. എല്ലാം പെർഫെക്റ്റായിട്ട് വന്നൊരു ഐറ്റാണ്. ചെറിയൊരു ഹെഡിലൊരു റെഡിഷ് കളറും വരും. അപ്പോൾ അതാണ് ആക്റ്റീവാണ് കേട്ടോ. നമ്മളിപ്പോൾ പിടിച്ചപ്പോൾ ഒരു സ്ട്രെസ്സും കാര്യങ്ങളൊന്നും ഇല്ല, എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പോകണം എന്നൊക്കെയാണ് അവർ കാണിക്കുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് വളർത്തുകയാണെങ്കിൽ ഇങ്ങനെ നല്ല എപ്പോഴും നീന്തി കളിച്ചുകൊണ്ടിരിക്കുന്ന, എപ്പോഴും ആക്റ്റീവായിരിക്കുന്ന ഒരു ഐറ്റത്തെ വളർത്തി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ തന്നെ ഒരു കണ്ണിലൊരു കുളിർമയാണ്. അതാണ് നമ്മളെ ഈ ഒരു സാന്റാക്ലോസിൻ്റെ ഒരു പ്രത്യേകത. പ്രത്യേകിച്ച് ബ്ലാക്ക് ഐ എപ്പോഴും നല്ല ആക്റ്റീവായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു ഐറ്റം നമ്മളെ കയ്യിൽ സാന്റാക്ലോസ് ബിഗ് ഇയറിൻ്റെ അടുത്ത് ആദ്യമായിട്ടാണ്. സാന്റാക്ലോസ് ഉണ്ടായത് നോർമൽ സാന്റാക്ലോസ് ഉണ്ടായതിന് മുമ്പ് ബിഗ് ഇയർ ഞാൻ ആദ്യമായിട്ടാണ് എടുക്കുന്നത്. എല്ലാത്തിനും ഇയറും 100-101% എല്ലാത്തിനും ഈ ഒരു ഇയർ കാണിക്കും. അപ്പോൾ അതാണ് നമ്മൾ സാന്റാക്ലോസിൻ്റെ ഒരു പ്രത്യേകത. വളർത്ത് തന്നെ ഓർഡർ ചെയ്യുന്ന മുന്നേ നമ്മൾ സെറ്റപ്പ് ആക്കിയ ആ ഒരു വീഡിയോ നമ്മൾ എല്ലാ രീതിയിലൂടെ ഞാൻ പറയുകയാണ്. അപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അത് നമ്മൾ സെറ്റപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ബേസിനിൽ നമ്മൾ പ്ലാറ്റിനം പ്ലാന്റ് സെറ്റാക്കി വയ്ക്കും. ഇതിപ്പോൾ ഇന്നലെ ഓർഡർ ചെയ്തു. ഇന്നലെ തന്നെ ഞാൻ രാവിലെ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ നജാസ് ഗ്രാസ് എന്ന് വെച്ച് സെറ്റാക്കി വെച്ചതാണ്. അതിലേക്കാണ് നമ്മൾ ഗപ്പിൽ റിലീസ് ചെയ്തത്. അപ്പോൾ ഈ വെള്ളം എന്ന് പറയുന്നത് ചുരുങ്ങിയത് ഒരാഴ്ച മുമ്പത്തേക്ക് വെള്ളം പിടിച്ച് വെച്ച വെള്ളമാണ്. അപ്പോൾ അതിലാണ് ഞാനിതിങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുള്ളത്. ഇതിലാണ് ഇപ്പോൾ നമ്മളെ ഗപ്പികളെ വളർത്തുന്നത്. ഇങ്ങനെ ആകുമ്പോൾ ചെയ്യുമ്പോൾ എനിക്ക് വളരെ പെട്ടെന്ന് സെറ്റായി കിട്ടുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ. പിന്നെ നമുക്ക് ബ്രീഡിംഗ് കേജും യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കുഞ്ഞുങ്ങളെ മൊത്തമായിട്ട് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. ഒരു സൈഡിൽ അവർക്ക് ഒളിച്ച് നിൽക്കാനുള്ള ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്. ഈ നജാസ് ഗ്രാസ് ഞാൻ ഇപ്പോൾ ഇന്നലെ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ വളരെ പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് തന്നെ ഈ ടാങ്ക് മൊത്തം ഫില്ലായി വരും. അതാണ് ഈ നജാസ് ഗ്രാസിൻ്റെ ഒരു പ്രത്യേകത. അതേമാതിരി തന്നെ ഫോക്സ് ടെയിൽ കേട്ടോ. ഫോക്സ് ടെയിൽ ഞാൻ വേറെ ടാങ്കിൽ ഇട്ടിട്ടുണ്ട്, നജാസ് ഗ്രാസും ഉണ്ട്. അപ്പോൾ ഏതും നമുക്ക് ഇതേമാതിരി നമുക്ക് ഒരു ബ്രീഡിംഗ് കേജായിട്ട് നമുക്ക് വാട്ടർ പ്ലാന്റ് യൂസ് ചെയ്യാം. ഓവറായി കഴിഞ്ഞാൽ അവർക്ക് നീന്താനുള്ളൊരു സ്പേസൊക്കെ ഈ ഒരു ഇതിലുണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ അവർക്ക് നീന്തി കളിക്കാനുള്ളൊരു സ്പേസ് അതിൽ കിട്ടില്ല. അങ്ങനെ ചെയ്യുമ്പോൾ അവർക്കൊരു ഫ്രീ ഒരു സ്പേസ് കിട്ടും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാത്തിനും ഞാൻ ഇവിടെ ചെയ്തതിനൊക്കെ നമ്മൾ ഈ വാട്ടർ പ്ലാന്റ് സെറ്റാക്കി വെച്ചിട്ടാണ് അവർക്കൊരു ഫ്രീ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തിട്ടുള്ളത്. അഫ്സൽ നാലിൻ്റെ കയ്യിൽ നിന്ന് ഞാനിപ്പോൾ ഒരുപാട് തവണ ഗപ്പികൾ ഞാനിപ്പോൾ എടുത്തു. അപ്പോൾ ഇപ്പോൾ എടുത്തതൊക്കെ കുറേ മുമ്പ് എടുത്തതാണ്. എടുക്കാത്ത ഐറ്റം നമ്മൾ സ്നേക്ക് സ്കിൻ, ബ്ലൂ ടൈൽ, സാന്റാക്ലോസ് ബിഗ് ഇയർ, അതൊക്കെയാണ്. പിന്നെ ജാപ്പനീസ് ബ്ലൂ ടൈലിൻ്റെ റിബൺ, അതൊക്കെ ആദ്യമായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരുപാട് ഐറ്റംസ് 40 വെറൈറ്റി ഗപ്പികളുണ്ട്. ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും അദ്ദേഹത്തിൻ്റെ കയ്യിൽ അവൈലബിളാണ്. ഇഷ്ടം പോലെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. ഇതിൻ്റെ വീഡിയോ നമ്മൾ അടുത്ത മാസം മെയിൽ എടുക്കും, ഫുള്ളായിട്ടൊരു വീഡിയോ എടുക്കും. അപ്പോൾ അതിൻ്റെ ഒരു
മിനി സാമ്പിളായിട്ട് ഒരു സാമ്പിൾ വെടിക്കെട്ടാണ് നമ്മളിപ്പോൾ അന്ന് പറഞ്ഞത്. ഇതിൽ വലിയൊരു വെടിക്കെട്ട് നമ്മൾ മെയിൽ ചെയ്യും. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ അഫ്സൽ നായിൻ്റെ ഇപ്പോൾ ഞാൻ അൺബോക്സിങ് ചെയ്ത ഗപ്പികൾ അടിപൊളി ഗപ്പികളാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വരും ഒരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമേ നമ്മളന്ന് ചെയ്തിട്ടുള്ളൂ. മെയ് മാസത്തിൽ നമ്മൾ വലിയൊരു അടിപൊളി ഒരു ഗപ്പി ഫാമിലി അന്ന് എടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് എല്ലാവർക്കും ഇപ്പോൾ മേടിക്കാൻ പറ്റിയ ടൈമാണ്, വളർത്താൻ പറ്റിയ ടൈമാണ്. നല്ല ക്ലൈമറ്റാണ് ഇപ്പോൾ ചെറിയൊരു മഴ ഇപ്പോൾ ഇവിടെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഗപ്പികൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ടൈമാണ് ഇപ്പോൾ ഈ സമയത്ത്. അപ്പോൾ ഗപ്പികൾ മേടിക്കാനും വളർത്താനും പറ്റിയ ടൈമാണ്. നമുക്ക് ഈ 2 മാസം കൊണ്ട് നമുക്കൊരു വരുമാനം നേടാനും പറ്റും. ഈ ഒരു സമയം കൊണ്ട് നമുക്കൊരു കുഞ്ഞുങ്ങളെ ചെയ്തിട്ട് നമുക്കൊരു ജൂൺ ജൂലൈ മാസമൊക്കെ നമുക്ക് സെയിൽ ചെയ്യാനും പറ്റും. അപ്പോൾ ഇഷ്ടം പോലെ നമ്മൾ അഫ്സലാൻ്റെ കയ്യിൽ ഇതേമാതിരി ഇഷ്ടം പോലെ പല വെറൈറ്റി ഗപ്പികൾ, ഒരു ശതമാനം ഗപ്പികൾ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഈ ഒരുപാട് ഗപ്പികൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അത് നേരിട്ട് അവിടെ പോയി ചെന്നിട്ട് ഗ്ലാസ്സിൽ എടുത്താലേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അല്ലാതെ ഇതേമാതിരി അൺബോക്സിങ് വിട്ട് ചെയ്യാൻ ശരിയാവില്ല. അപ്പോൾ നമ്മൾ ഒരു സാമ്പിൾ മാത്രമേ നമ്മളൊന്ന് പൊട്ടിച്ചിട്ടുള്ളൂ. വലിയൊരു വെടിക്കെട്ട് നമുക്ക് അന്ന് നടത്താം. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മൾ അഫ്സൽ നായിൻ്റെ ഇപ്പോൾ ഈ പുതിയ ഐറ്റം ഗപ്പികൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ വീഡിയോയിലൂടെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ചോദിച്ച് മേടിക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അദ്ദേഹത്തിൻ്റെ നമ്പറുണ്ട്. അതിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയും ഇന്ത്യ ഒട്ടാകെ കൊറിയറായിട്ട് നിങ്ങൾക്ക് കൊറിയറായിട്ട് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൊക്കെ ഇഷ്ടപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും ബൈ.